ഒറ്റ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതേപോലത്തെ ഒന്നുകൊണ്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഇതില്ലെങ്കിൽ ചെറിയൊരു കത്തി വെച്ചിട്ട് വളരെ നേർമമായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. വളരെ തിന്നായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതിനാണ് ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒന്ന് എടുക്കാൻ പറഞ്ഞത്. എന്നിട്ടൊരു 3-4 പ്രാവശ്യം നല്ലവണ്ണം ഒന്ന് കഴുകി എടുക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്റ്റാർച്ചൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ഇപ്പോൾ കട്ട് ചെയ്തിട്ട് നല്ലവണ്ണം കഴുകിയിട്ട് അതിനെ വെള്ളമൊക്കെ ഊറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് 2 കോഴിമുട്ടയാണ്. അത് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ഒരു ഉരുളക്കിഴങ്ങിനാണ് 2 കോഴിമുട്ട എടുത്തിട്ടുള്ളത്. നിങ്ങൾ എത്രയാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം കോഴിമുട്ടയും കൂടി ചേർക്കാനായിട്ട്. ഇനി നമുക്കിതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിൻ്റെ അളവ് ഞാൻ പറയുന്നില്ല, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനോടൊപ്പം തന്നെ കുരുമുളകാണ് ഞാൻ ചേർക്കുന്നത്. സ്പൈസസ് ആയിട്ട് വേറൊന്നും ചേർക്കുന്നില്ല. മുഴുവൻ കുരുമുളക് ഇതേപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഒരു 3/4 ടീസ്പൂൺ വരെ ചേർക്കാം. എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് 2 സ്പൂണ് മൈദപ്പൊടിയാണ്. അതും കൂടി ചേർക്കാം. എന്നിട്ട് നല്ലവണ്ണം എല്ലാം കൂടി ഒരു ഫോർക്ക് വെച്ചിട്ട് മിക്സാക്കി കൊടുക്കാം. നല്ലവണ്ണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കണം. ചൂടാകുമ്പോഴത്തേക്കും അതിലോട്ട് 1 സ്പൂൺ മാത്രം ഓയിലോ ബട്ടറോ നെയ്യോ എന്ത് വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഈ കലക്കി വെച്ചിട്ടുള്ള ഈ കൂട്ട് ഇതിലോട്ട് ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് നിരപ്പാക്കി കൊടുക്കണം. ചില വെച്ചിട്ട് എല്ലായിടത്തും ഒരേപോലെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറഞ്ഞ തീയിലിട്ടിട്ട് വേണം ഇതിനൊന്ന് വേവിച്ചെടുക്കാൻ. മൂടി വെച്ചിട്ട് നമുക്കൊരു 4-5 മിനിറ്റ് വേവിച്ചെടുക്കാം. അത് റെഡിയാകുമ്പോഴത്തേക്കും നമുക്കൊരു ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ടൊരു ചെറിയ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അതിലോട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കഷ്ണം ഉള്ളിയും ഒരു പച്ചമുളകും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. വളരെ കൂടുതൽ വറ്റേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് തളർന്ന് കിട്ടിയാൽ മതി. ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇതൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. ഇതിലോട്ട് ചേർക്കുന്നത് ഒരു 1/4 കപ്പ് ചിക്കൻ ബ്രസ്റ്റാണ്. കുഞ്ഞായിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തതാണ്. അതിട്ട് കൊടുക്കുക. അത്രയും മതി ചിക്കന്, കൂടുതലൊന്നും വേണ്ട. എല്ലില്ലാത്ത ചിക്കൻ എടുത്താൽ മതി ബ്രസ്റ്റ് ഇല്ലെങ്കിൽ. പിന്നെ ഒരു 1/4 ടീസ്പൂണിൽ താഴെ കുരുമുളക്. ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഒന്ന് വെന്ത് വരണം. വെള്ളം കൂട്ടേണ്ട ആവശ്യം മറ്റ് മസാലകളോ ഒന്നും ഞാനിതിൽ ചേർക്കുന്നില്ല. ഇത്രയും മതി. ഇതൊന്ന് ഫ്രൈ ആയി കിട്ടാൻ വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും മറ്റേ ഉരുളക്കിഴങ്ങിൻ്റെ കൂട്ട് ശ്രദ്ധിക്കണം, കഴിഞ്ഞു പോകാതെ. നമുക്കിതിനെ തിരിച്ചിട്ട് കൊടുക്കണം. പൊട്ടിപ്പോകാതെ വേണം തിരിച്ചിട്ട് കൊടുക്കാനായിട്ട്. ആ വശവും ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. ഏകദേശം ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായി ചേർക്കാനുള്ളത് 1/4 കപ്പ് മൊസറല്ല ചീസാണ്. കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് മെൽറ്റാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിൻ്റെ തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാനൊരു പാത്രത്തിലോട്ട് ഇതിനെ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫില്ലിംഗ് ഉണ്ടല്ലോ, അത് ഇതിന് മുകളിലോട്ടായിട്ട് എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കുക. ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചൂടോടെ തന്നെ സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ ചീസിൻ്റെയൊക്കെ ടേസ്റ്റ് ഇതിനകത്ത് ഇറങ്ങി വരും. അങ്ങനെ ഇപ്പോൾ എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇതേപോലെ ഒന്ന് റോൾ ചെയ്തെടുത്തിട്ട് വരാം. അങ്ങനെ ഇപ്പോൾ ഞാൻ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഫില്ലിംഗ് ഒന്ന് പുറത്ത് പോകാതെ വേണം റോൾ ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നേരെ അതിൻ്റെ മിഡിൽ നിന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാനിപ്പോൾ ഇവിടെ കാണുന്നുണ്ടല്ലോ പനിക്കൂർക്കൻ്റെ ഇല എടുത്തിട്ടുണ്ട്. അത് കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് വരാം. ഇതന്നെ ഇടണം നിർബന്ധമൊന്നുമില്ല. മല്ലിയിലുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. 2 കഷ്ണങ്ങളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലോട്ടായിട്ട് കുറച്ച് പനിക്കൂർക്കൻ്റെ ഇല അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലോട്ടായിട്ട് വീണ്ടും മൊസറല്ല ചീസ് കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാവുന്നതാണ്. ഇതൊരു കുറച്ചും കൂടി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. ഇനി നമുക്ക് ഇതിനൊന്ന് എയർ ഫ്രൈയിലോ വെച്ച് കൊടുക്കാം. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ കാര്യം നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്താൽ മതി കേട്ടോ.
അങ്ങനെ ഞാനിപ്പോൾ എയർ ഫ്രൈയിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ് അത്രയും മതി. ചീസ് ഒന്ന് മെൽറ്റാൻ വേണ്ടിയിട്ട് മാത്രമാണ് ടൈം. അപ്പോൾ ഞാനിപ്പോൾ അത് വെച്ചിട്ട് കാണിച്ചു തരാം ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന്. ഫൈനൽ ലുക്ക് കണ്ടല്ലോ, എയർ ഫ്രൈയിൽ വെച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ആക്കണം നിർബന്ധമൊന്നുമില്ല, അത് ഒഴിവാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.